വാഡ്വൻ തുറമുഖം എന്ന ഇന്ത്യയുടെ വമ്പൻ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടിരിക്കുകയാണ്. സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ 76,000 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന വാഡ്വൻ തുറമുഖം മുംബൈയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ ഗുജറാത്തിനോട് ചേർന്ന് ഡഹാണു താലൂക്കിലാണ് യാഥാർത്ഥ്യമാകുന്നത്. തുറമുഖം പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ആഴമേറിയ തുറമുഖങ്ങളിലൊന്നാകുമിത്. മൂന്നാം മോദി മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകിയ പദ്ധതിയാണിത്. ലോകത്തിലെ ഏറ്റവും മികച്ച 10 തുറമുഖങ്ങളിലൊന്നായി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണം. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും പ്രയോജനകരമാകും. ഡഹാണു കടൽ തീരത്ത് നിന്ന് 4.5 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് നിർദ്ദിഷ്ട തുറമുഖം. 1000 മീറ്റർ നീളമുള്ള 9 കണ്ടെയ്നർ ടെർമിനലുകളും 4 വിവിധോപയോഗ ബർത്തുകളും ലിക്വിഡ് കാർഗോ ബർത്തുകളും കോസ്റ്റൽ ഗാർഡിന്റെ പ്രത്യേക ബർത്തുകളും ഉണ്ടാകും. ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് 74%, മഹാരാഷ്ട്ര മാരിടൈം ബോർഡിന് 26% പങ്കാളിത്തവുമുള്ള വാഡ്വൻ പോർട്ട് പ്രൊജക്ട് ലിമിറ്റഡ് എന്ന സംരംഭമാണ് തുറമുഖ നിർമ്മാണ പദ്ധതി നടപ്പാക്കുന്നത്. വാഡ്വൻ തുറമുഖ പദ്ധതിക്കെതിരെ മത്സ്യത്തൊഴിലാളികളുടെയും ഗ്രാമവാസികളുടെയും നേതൃത്വത്തിൽ നടത്തിയ വലിയ പ്രതിഷേധം ബോട്ടുകളിൽ കറുത്ത ബലൂൺ കെട്ടി പ്രധാനമന്ത്രിക്കെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യം വിളികൾ ഉയർത്തി. കരിങ്കൊടിയുമായി ഒട്ടേറെ പേർ റോഡിലിറങ്ങി. കനത്ത സുരക്ഷയാണ് മേഖലയിൽ ഒരുക്കിയിരിക്കുന്നതെങ്കിലും അതിനെ അവഗണിച്ച മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. മുംബൈ, താന, പാൽഘർ തീരപ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങളുടെ നിത്യവൃത്തി തുറമുഖമായി ഇല്ലാതാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധം. മീനുകളുടെ ഗോൾഡൻ ബെൽറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് തുറമുഖം വരുന്നതോടെ തങ്ങൾ പട്ടിണിയിലാകുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. എന്നാൽ തുറമുഖ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 10 വർഷത്തിനകം 12 ലക്ഷം തൊഴിലവസരം പ്രത്യക്ഷമായും പരോക്ഷമായും ലഭിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. പാൽഘർ ജില്ലയിലെയും ഗുജറാത്തിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെയും വികസന മുന്നേറ്റത്തിന്റെ പദ്ധതിയും സഹായകമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്.